തേൻ സിന്ധുദേ വാനത്തിൻ്റെ പുതിയ ഒരു സന്ധ്യയിലേക്ക് സ്വാഗതം. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഈ പരിപാടിയിൽ ഇതിനു മുമ്പ് അവതാരകരായി എത്തി ഞങ്ങളോട് സഹകരിച്ച ശ്രീ സജനു പണിക്കർ, ശ്രീ അനൂപ് കമ്പിൽ, ശ്രീ വിനീഷ് ഗോവിന്ദ്, ശ്രീമതി രജിത, ശ്രീമതി ജ്യോതി ദിവാകർ എന്നിവർക്ക് ശേഷം ഞങ്ങൾ ഒരു പുതിയ അവതാരകയെ കൂടി ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഗായിക കൂടിയായ ശ്രീമതി രജിഷ കൃഷ്ണൻ. 1985 ഇളയരാജയുടെ സംഗീതത്തിൽ നീതാന അന്തക്കുയിൽ എന്ന ചിത്രത്തിന്റെ ഓഡിയോ കാസറ്റുകൾ റിലീസായപ്പോൾ തമിഴ് മക്കൾ ഒരു പുതിയ ഗായികയുടെ മധുരസ്വരം കേട്ടു. ഗംഗൈ അമരനോടൊപ്പം പൂജയ്ക്കേത്ത പൂവിത് എന്ന ഗാനം പാടിയെത്തിയത് മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയായിരുന്നു. തമിഴകം ചിത്രയെ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇളയരാജയുടെ അടുത്ത ചിത്രമായ ഗീതാഞ്ജലിയിലെ തുള്ളി എഴുന്നത് പാട്ട് ചിന്നക്കുയിലിസൈ കേട്ട് എന്ന ഗാനവും ഹിറ്റായതോടെ ചിത്ര തമിഴകത്തിന്റെ ചിന്നക്കുയിൽ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് അന്ന് തൊട്ട് ഇന്ന് വരെ എണ്ണമില്ലാത്തത്ര തമിഴ് പാട്ടുകൾ ചിത്ര പാടി. അതിൽ വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു ഗാനമാണ് ഇന്നത്തെ തേൻ സിന്ധുദേ വാനത്തിലൂടെ ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആയിരത്തി 1986 K. ബാലചന്ദർ സംവിധാനം ചെയ്ത ചിത്രമാണ് പുന്നഗൈ മന്നൻ. കമലഹാസൻ, രേവതി, രേഖ തുടങ്ങിയവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയത് വൈരമുത്തുവും സംഗീതം ഇളയരാജയുമാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ സോങ്ങായി ഉപയോഗിച്ചിട്ടുള്ളതാണ് ഏതേതോ എണ്ണം വളർത്തേൻ എന്ന ഗാനം. പ്രേമത്തിന്റെ മാസ്മ